ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ആക്രമണം തുടർന്ന് ഇറാൻ. അബുദാബി കെസാദ് മേഖലയിൽ വീണ്ടും മിസൈൽ ആക്രമണം. 3 ഇടങ്ങളിൽ തീപിടുത്തമുണ്ടായെന്ന റിപ്പോർട്ടാണ് വരുന്നത്. പാകിസ്ഥാൻ സ്വദേശിക്ക് പരിക്കേറ്റു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും ഡ്രോൺ ആക്രമണം. ആർക്കും പരിക്കില്ലെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എസ് രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. രഞ്ജിത്ത്, ആശങ്ക അവസാനിക്കുന്നില്ലല്ലോ. ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇറാൻ വീണ്ടും തുടരുകയാണ്. അതിന്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ അബുദാബിയിൽ മിസൈലാക്രമണം ഉണ്ടായിരുന്നു. അബുദാബിയിൽ വ്യവസായ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു രാവിലെ ആക്രമണം ഉണ്ടായത്. അതിന് പിന്നാലെ വീണ്ടും ഈ വ്യവസായ മേഖല കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഇറാൻ നടത്തുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകൾ ഔദ്യോഗികമായി തന്നെ പുറത്തു വരികയാണ്. ഇപ്പോൾ 5 ഇന്ത്യക്കാരടക്കം 6 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. രാവിലെ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു എന്ന് അബുദാബി മീഡിയ ഓഫീസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ രണ്ടാമതും ആക്രമണമുണ്ടായി. ഈ ആക്രമണത്തിൽ ഒരാൾക്ക് കൂടി പരിക്കേറ്റിരിക്കുന്നു. അങ്ങനെയാണ് ഈ പരിക്കേറ്റവരുടെ എണ്ണം 6 ആയിരിക്കുന്നത്. ഈ അബുദാബിയെ സംബന്ധിച്ച് UAE സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയിലാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നു. വിമാനത്താവളത്തിലെ റഡാർ സംവിധാനം തകർത്തു എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കഴിഞ്ഞ ദിവസവും വിമാനത്താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. നിരവധി ഡ്രോണുകൾ ഈ വിമാനത്താവളത്തെ ലക്ഷ്യമാക്കി എത്തി എന്നാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. അതേസമയം ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല എന്നും കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഒമാനിലെ സോഹാർ തുറമുഖത്തിന് നേരെയും ആക്രമണമുണ്ടായി. അവിടെ ക്രെയിൻ സിസ്റ്റം ഈ ആക്രമണത്തിൽ തകരാറ് സംഭവിച്ചു. ഒരാൾക്ക് പരിക്ക് പറ്റി എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. സുധി. ഓക്കെ, എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ഇറാൻ എന്നുള്ളതാണ്.